എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, പന്നിയൂർ. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പന്നിയൂരിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ കുരുമുളക് ഗവേഷണ കേന്ദ്രം കൂടിയാണ് ഇത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയാണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയാണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ സി, മേഘാലയ. ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്തെയാണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നത്. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിനെയാണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് പ്രധാനമായും വിളിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രവരൂപത്തിലുള്ള ഒരേയൊരു ലോഹം ഏതാണ്? ദ്രവരൂപത്തിലുള്ള ഒരേയൊരു ലോഹം ഏതാണ്? ഓപ്ഷൻ ബി, മെർക്കുറി. മെർക്കുറിയാണ് ദ്രവരൂപത്തിലുള്ള ഒരേയൊരു ലോഹം. ലോഹങ്ങളിൽ മെർക്കുറി ദ്രാവക രൂപത്തിലാണെങ്കിൽ അലോഹങ്ങളിൽ ദ്രാവക രൂപത്തിലുള്ളത് ബ്രോമിൻ ആണ്. ബ്രോമിൻ. അശോകന്റെ ശിലാശാസനങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ആരാണ്? അശോകന്റെ ശിലാശാസനങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ഓപ്ഷൻ എ, ജെയിംസ് പ്രിൻസെപ്പ്. അശോകന്റെ ശിലാശാസനങ്ങൾ ആദ്യമായി വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസെപ്പ് ആയിരുന്നു. 1837 അശോകന്റെ ശിലാശാസനങ്ങൾ ജെയിംസ് പ്രിൻസെപ്പ് ആദ്യമായി വായിച്ചെടുത്തത്. അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഓപ്ഷൻ ബി, 2015 ജനുവരി 22. ജനുവരി 22, 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതി ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ലിംഗവിവേചനം തടയുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുമുള്ള പദ്ധതിയാണിത്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി, ചെന്നൈ. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. ചെന്നൈ ആസ്ഥാനമായുള്ള ദക്ഷിണ റെയിൽവേ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സോണാണ്. 1951 സ്ഥാപിതമായത്. ഓസോൺ പാളി അന്തരീക്ഷത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി അന്തരീക്ഷത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി അന്തരീക്ഷത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? കേരളത്തിൻ്റെ ഗവർണർ ആയ ആദ്യ മലയാളി? ഓപ്ഷൻ ഡി, വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ എ, ഉദയകുമാർ ധർമ്മലിംഗം. ഡി, ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. IIT ബോംബെയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായിരുന്ന ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ദേവനാഗരി ലിപിയിലെ രായും ലാറ്റിൻ അക്ഷരമായ ആറും ചേർന്നതാണ് ഈ ചിഹ്നം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം? ഓപ്ഷൻ എ, 1920. 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പമാണ് കോഴിക്കോട് എത്തിയത്. ഗാന്ധിജി ആകെ 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി, ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണമാണ് സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. JC ബോസാണ് ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ
പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രേറ്റ് ബാരിയർ റീഫ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ പോലും കാണാൻ സാധിക്കും. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നൂറനാട്. ആലപ്പുഴയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത്? സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ദേശീയ മുദ്രയിൽ മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ എന്ന ദേവനാഗരി ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ 500,000 നോട്ടുകളുടെ നിരോധനം ഡീമോണിറ്റൈസേഷൻ നടന്ന വർഷം? ഇന്ത്യയിൽ 500,000 നോട്ടുകളുടെ നിരോധനം നടന്ന വർഷം? ഓപ്ഷൻ സി 2016. നവംബർ 8, 2016 ഇന്ത്യയിൽ 500,000 നോട്ടുകളുടെ ഡീമോണിറ്റൈസേഷൻ നിരോധനം നടന്നത്. ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏതാണ്? ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാലാണ് ലോകത്തിലാദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം. സോളാർ പാനലുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ലോകത്തിലാദ്യത്തെ വിമാനത്താവളമായ സിയാൽ കൊച്ചിയിലാണ്. ഇതിന് ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയെല്ല്. ഫീമറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്? കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ഓപ്ഷൻ എ കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ഓപ്ഷൻ സി സുമൻ ബെറി. സുമൻ ബെറിയാണ് നിലവിലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി സരോജിനി നായിഡു. സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ്. 1925 കാൺപൂർ സെഷനിലായിരുന്നു പ്രസിഡന്റായത്. ഹാരപ്പൻ സംസ്കാരം ഏത് നദിക്കരയിലാണ് വികാസം പ്രാപിച്ചത്? ഹാരപ്പൻ സംസ്കാരം ഏത് നദിക്കരയിലാണ് വികാസം പ്രാപിച്ചത്? ഓപ്ഷൻ ബി സിന്ധു, ഇൻഡസ് റിവർ. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിക്കരയിലായിരുന്നു വികാസം പ്രാപിച്ചത്. ഹാരപ്പൻ നാഗരികത ആദ്യമായി കണ്ടെത്തിയത് 1921 ദയാറാം സാഹ്നിയാണ്. സിന്ധു നദീതട സംസ്കാരം വെങ്കലയുഗ സംസ്കാരവുമായി അറിയപ്പെടുന്നു. കേരളത്തിലാദ്യത്തെ IT പാർക്ക് ഏതാണ്? കേരളത്തിലാദ്യത്തെ IT പാർക്ക് ഓപ്ഷൻ സി ടെക്നോ പാർക്ക്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ് കേരളത്തിലാദ്യത്തെ IT പാർക്ക്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് 1990 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കുകളിൽ ഒന്നാണ് ഇത്. വിറ്റാമിൻ B1 തയാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ബെറിബെറി. ബെറിബെറി എന്ന രോഗമാണ് തയാമിൻ്റെ അഥവാ വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം. പോളിഷ് ചെയ്യാത്ത അരിയുടെ തവിടിൽ വിറ്റാമിൻ B1 ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി ഗംഗ. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി.
ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനികളിൽ നിന്നാണ് ഗംഗാ നദി ഉദ്ഭവിക്കുന്നത്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. മൊത്തം നീളം 2525 കിലോമീറ്ററാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ സാധാരണയായി എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? RTI ആക്ട് പ്രകാരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ സാധാരണയായി എത്ര ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം? ഓപ്ഷൻ ബി 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ സാധാരണയായി 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. എന്നാൽ അത് ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബന്ധപ്പെട്ടതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകേണ്ടതുണ്ട്. ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ മലയാളി ആരാണ്? ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്നവരിൽ ആരുമല്ല. കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും ലോക്സഭാ സ്പീക്കർ ആയിട്ടില്ല. KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ മലയാളിയാണ്. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ GV മാവ്ലങ്കറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തമിഴ് സംസാരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തമിഴ് സംസാരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം? ഓപ്ഷൻ ബി കർണാടക. കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തമിഴ് സംസാരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. ബാംഗ്ലൂർ നഗരത്തിലും അതിർത്തി ജില്ലകളിലും വലിയൊരു വിഭാഗം തമിഴ് സംസാരിക്കുന്നവർ ഉള്ളതിനാലാണ് കർണാടക രണ്ടാം സ്ഥാനത്ത് എത്തിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ. വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയായിരുന്നു ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1984 സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 എന്ന പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത കൽപ്പന ചൗളയാണ്. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല? ഓപ്ഷൻ സി കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകൃതമായത്. കണ്ണൂർ ജില്ല വിഭജിച്ചാണ് ഈ ജില്ല രൂപീകരിച്ചത്. അമൃത് സരോവർ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമൃത് സരോവർ എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ജലാശയങ്ങളുടെ പുനരുദ്ധാരണം. ജലാശയങ്ങളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടതാണ് അമൃത് സരോവർ എന്ന പദ്ധതി. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഓരോ ജില്ലയിലും കുറഞ്ഞത് 75 ജലാശയങ്ങളിലും പുനരുദ്ധീകരിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഓപ്ഷൻ ഡി 62 വയസ്സ്. 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62ആയി ഉയർത്തിയത് 15ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1963. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സുമാണ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ച ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ചത് 1957 ഈ കമ്മിറ്റിയിലാണ് ത്രിതല പഞ്ചായത്ത് രാജ് നിർദ്ദേശിച്ചത്. ഭൂമിശാസ്ത്രപരമായി വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ ഗ്രാമം ഏതാണ്? ഭൂമിശാസ്ത്രപരമായി വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ ഗ്രാമം ഏതാണ്? ഓപ്ഷൻ ഡി കണ്ണൻ ദേവൻ ഹിൽസ്. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ കണ്ണൻ ദേവൻ ഹിൽസ് ആണ് ഭൂമിശാസ്ത്രപരമായി വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ ഗ്രാമം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? IOAയുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത? ഓപ്ഷൻ ബി PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷ രാജ്യസഭാംഗം കൂടിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയും ഒളിമ്പ്യനുമാണ് അവർ. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്
ഓപ്ഷൻ എ ജൂൺ 21. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. 2015 ജൂൺ 21 ആദ്യമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചത്. ഭാരതം ഐക്യരാഷ്ട്രസഭയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഇത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ഡി പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. 1990 പത്മ രാമചന്ദ്രൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ശ്രീലേഖയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി അലഹബാദ് ബാങ്ക്. നിലവിൽ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ച അലഹബാദ് ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക്. 1865 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ഈ ബാങ്ക് സ്ഥാപിതമായത്. പ്രസിദ്ധമായ സന്ദേശകാവ്യമായ മയൂര സന്ദേശം രചിച്ചത് ആരാണ്? സന്ദേശകാവ്യമായ മയൂര സന്ദേശം രചിച്ചത് ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനായിരുന്നു പ്രസിദ്ധമായ സന്ദേശകാവ്യമായ മയൂര സന്ദേശം രചിച്ചത്. പ്രിയതമയായ മനോരമ തമ്പുരാട്ടിക്ക് അയക്കുന്ന സന്ദേശത്തിൻ്റെ രൂപത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. കേരള കാളിദാസൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്ന നഗരം ഏതാണ്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്ന നഗരം ഓപ്ഷൻ എ ഓസ്ലോ. നോർവേയിലെ ഓസ്ലോയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്ന നഗരം. നൊബേൽ സമ്മാനങ്ങളിൽ സമാധാനത്തിനുള്ള സമ്മാനം ഒഴികെ ബാക്കിയെല്ലാം, അതായത് സാഹിത്യം, ഭൗതികശാസ്ത്രം തുടങ്ങിയവ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് നൽകുന്നത്. മഹാത്മാ എന്ന പദവി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? മഹാത്മാ എന്ന പദവി ഗാന്ധിജിക്ക് നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു മഹാത്മാ എന്ന പദവി ഗാന്ധിജിക്ക് നൽകിയത്. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആകൃഷ്ടനായാണ് ടാഗോർ അദ്ദേഹത്തിന് ഈ പേര് നൽകിയത്. പകരം ടാഗോറിന് ഗുരുദേവ് എന്ന പേര് നൽകിയത് ഗാന്ധിജിയാണ്. ഭൂമിയിൽ പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസങ്ങൾ ഏവ? ഭൂമിയിൽ പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസങ്ങൾ. ഓപ്ഷൻ ബി മാർച്ച് 21, സെപ്റ്റംബർ 23. ഭൂമിയിൽ പകലും രാത്രിയും തുല്യമായിരുന്ന ദിവസങ്ങൾ, എക്വിനോക്സ് എന്നറിയപ്പെടുന്ന ദിവസങ്ങൾ മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ ദിവസങ്ങളിൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാണ് പതിക്കുന്നത്. മാർച്ച് 21 വസന്തകാല വിഷുവം എന്നും സെപ്റ്റംബർ 23 ശരത്കാല വിഷുവം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഡാം ഓപ്ഷൻ ഡി മുല്ലപ്പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാമാണ്. 1895 തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരമാണ് പെരിയാർ നദിയിൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി വിജയ് പി ഭട്കർ. വിജയ് പാണ്ഡുരംഗ് ഭട്കറാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. 1991 ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടറായ പരം 8000 നിർമ്മിക്കുന്നതിന് ഇദ്ദേഹം നേതൃത്വം നൽകി. പൂനെ ആസ്ഥാനമായുള്ള CDACന്റെ ആദ്യ ഡയറക്ടറും കൂടിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏത് നഗരമാണ് ഔദ്യോഗികമായി ശില്പനഗരം, സിറ്റി ഓഫ് സ്കൾപ്ചർ എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ഏത് നഗരമാണ് ഔദ്യോഗികമായി ശില്പനഗരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കോഴിക്കോട്. കേരളത്തിലെ കോഴിക്കോടാണ് ഔദ്യോഗികമായി ശില്പനഗരം, സിറ്റി ഓഫ് സ്കൾപ്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ സർഗാത്മക നഗരങ്ങളുടെ പട്ടികയിൽ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശില്പനഗരം എന്ന ഖ്യാതിയും കോഴിക്കോടിനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ അന്വേഷിക്കാൻ രാഷ്ട്രപതിക്ക് ഒരു കമ്മീഷനെ നിയമിക്കാൻ അധികാരം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ അന്വേഷിക്കാൻ രാഷ്ട്രപതിക്ക് ഒരു കമ്മീഷനെ നിയമിക്കാൻ അധികാരം നൽകുന്നത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ
340. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 340 പിന്നാക്ക വിഭാഗങ്ങളുടെ അവസ്ഥ അന്വേഷിക്കാൻ രാഷ്ട്രപതിക്ക് ഒരു കമ്മീഷനെ നിയമിക്കാൻ അധികാരം നൽകുന്നത്. ഈ ആർട്ടിക്കിൾ പ്രകാരം നിയമിക്കപ്പെട്ട കമ്മീഷനുകളാണ് കാക്ക കലേർക്കർ കമ്മീഷനും മണ്ഡൽ കമ്മീഷനും. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി രാജസ്ഥാൻ. രാജസ്ഥാനാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. 1959 ഒക്ടോബർ 2 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിൽ ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഓപ്ഷൻ ഡി പെരിയാർ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് പെരിയാർ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ ദേശീയോദ്യാനത്തിന് ഏകദേശം 350 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇതൊരു ആന സംരക്ഷണ കേന്ദ്രവും കടുവ സംരക്ഷണ കേന്ദ്രവും കൂടിയാണ്. ദേശീയ സ്മാർട്ട് സിറ്റി മിഷനിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി ഏതാണ്? ദേശീയ സ്മാർട്ട് സിറ്റി മിഷനിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി ഏതാണ്? ഓപ്ഷൻ ബി കൊച്ചി. ദേശീയ സ്മാർട്ട് സിറ്റി മിഷനിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി കൊച്ചിയാണ്. കേന്ദ്ര നഗരവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായാണ് കൊച്ചിയെ തിരഞ്ഞെടുത്തത്. ചരിത്രപരമായ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരളത്തിലെ ഏത് പ്രദേശത്തിൻ്റെ മേലുള്ള നേരിട്ടുള്ള നിയന്ത്രണമാണ് ലഭിച്ചത്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരളത്തിലെ ഏത് പ്രദേശത്തിൻ്റെ മേലുള്ള നേരിട്ടുള്ള നിയന്ത്രണമാണ് ലഭിച്ചത്? ഓപ്ഷൻ സി മലബാർ. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരളത്തിലെ മലബാർ പ്രദേശത്തിൻ്റെ മേലുള്ള നേരിട്ടുള്ള നിയന്ത്രണമാണ് ലഭിച്ചത്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായാണ് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത്. ഇതോടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സർക്കാർ സേവനങ്ങൾ കൃത്യസമയത്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നിയമം. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.